വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് ഒരു കോളേജ് ഡേ ഇൻ മൈ ലൈഫാണ് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കുറച്ചൊരു സ്റ്റക്കാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ നല്ല മഴ ആയതുകൊണ്ട് നല്ല തണുപ്പാണ്, നീക്കാൻ നല്ല മടിയാണ്. അറ്റൻഡൻസിൻ്റെ അത്യാവശ്യം മൂലം നമ്മൾ ഡെയിലി കോളേജിൽ പോകാറുണ്ട്. എൻ്റെ റൂംമേറ്റ് രാവിലെ നേരത്തെ നീക്കും. അപ്പോൾ ഓൾ എണീറ്റിട്ട് രാവിലത്തെ ഫുഡും ഉച്ചയ്ക്ക് കൊണ്ടുപോകാനുള്ള ഫുഡൊക്കെ ഓൾ തന്നെയാണ് കേട്ടോ കുക്ക് ചെയ്യാറ്. രാവിലെ നീക്കുമ്പോൾ തലയ്ക്ക് എന്തോ അടി കിട്ടിയ പോലെ നീക്കാറ്. എന്താ എങ്ങനെയാണെന്നൊന്നൊരു മനസ്സിലാവാത്തൊരവസ്ഥയായിരിക്കും. എല്ലാം മനസ്സിലായി വരുമ്പോഴേക്കും സമയം ഭയങ്കരമായിട്ട് വൈകിണ്ടാവും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ബസ് പോകട്ടാ. നമ്മൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ബസ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പോകാനുണ്ട്. ഇന്ന് നമ്മൾ നല്ലോണം ലേറ്റ് ആയിട്ടുണ്ട്. ഇന്ന് ലിറ്ററലി തലയ്ക്ക് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ കാരണം നല്ലോണം ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഓട്ടോയ്ക്കാണ് ബസ് കയറാൻ വേണ്ടി പോണത്. ആൻഡ് ദിസ് ഈസ് രോഹിണി, എൻ്റെ കോളേജിലെ ഫ്രണ്ടാണ്. എൻ്റെ ഷോർട്സ് വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇന്നലെ രാത്രി വരെ മൂക്കുത്തിക്ക് യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ ആ മൂക്കുത്തിൻ്റെ സ്റ്റോൺ കാണാനില്ല. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഞാൻ ഈ ഘോരമായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. മൂക്കുത്തിൻ്റെ സ്റ്റോൺ ചാടിപ്പോയതുകൊണ്ട് തന്നെ അത് കാണാൻ വേണ്ടി നല്ല വൃത്തികേടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റിയാണ് കേട്ടോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാവിലെ ആണെങ്കിൽ ഇതൊന്നും മാറ്റാനുള്ള ഒരു സമയവും കിട്ടാറില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ബസ്സൊക്കെ കയറി ഒരു 20 minutes ഡ്രൈവ് ഉണ്ട് ഫ്രം ചാലക്കുടി ടു നമ്മുടെ കോളേജിലേക്ക്. അത് നമ്മൾ കോളേജിലെത്തി ക്ലാസ്സിൽ കയറിയിട്ടുണ്ട്. നമ്മൾ യൂഷ്വലി രാവിലെ തന്നെ ക്യാൻറ്റീനിൽ പോയിട്ടൊരു കോഫി കുടിച്ചിട്ടാണ് കയറാറ്. ബട്ട് ഇന്ന് കുറച്ച് അത്യാവശ്യ കാര്യങ്ങളുള്ളതുകൊണ്ട് നമ്മളിന്ന് ക്യാൻറ്റീനിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ലേ. ബൈ ദ ബൈ, ഞാൻ പഠിക്കുന്ന കോഴ്സ് ഫാഷൻ ഡിസൈനിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറേ സാധനങ്ങൾ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. സോ നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ കോളേജിൽ നല്ല സേഫായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാവർക്കും ഓരോ ബോക്സസ് ആയിട്ട് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫാഷൻ ഡിസൈനിങ് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് പിള്ളേർ മെസ്സേജ് അയക്കാറുണ്ട്. ദ റിയാലിറ്റി, നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് കാണുന്ന പോലെ ഫാഷൻ ഷോസ് അങ്ങനെ ഇങ്ങനെ അത് മാത്രമൊന്നുമല്ല, ഇതിന് വേറൊരു സൈഡും കൂടെ തന്നെ ഉണ്ട്. അപ്പം എല്ലാവരും പറയും എല്ലാത്തിനും അതിൻ്റെതായ ബുദ്ധിമുട്ടില്ലേന്ന്. എല്ലാത്തിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഈ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ വരുന്ന മിക്ക കുട്ടികളും ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ്സ് മാത്രം, അല്ലെങ്കിൽ ഭയങ്കര ഒരു ഗുഡ് സൈഡ് കണ്ടിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഇവിടെ സർവൈവ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ നമുക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും അത്രയും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാമെന്ന് മാത്രം. ആൻഡ് ഞാൻ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഒരു വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡു കമൻറ്റ് ബിലോ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ എല്ലാം ക്ലിയർ ചെയ്തിട്ട് കാണാം കേട്ടോ.